ഇപ്പോഴൊക്കെയാണ് ഈ ഹജ്ജ് ക്ലാസ്സിൽ മക്കത്തെ കാബേനായിട്ട് വലിയ കാബ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നുണ്ട്. എന്താ മഹദിലൊക്കെ ഉണ്ടാക്കുന്ന കാബാറങ്ങൾ? നമ്മളെ പൂർവ്വകാല ഉസ്താദുമാർ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കരുത് എന്നാ. ഇതെല്ലാം കൂടി ഇങ്ങനെ ഉണ്ടാക്കിയ പിന്നെ മക്കത്തെത്തി ആ കാബക്ക് പുതുമ ഉണ്ടാവുമോ? ആ കാബക്ക് പുതുമ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. ക്ലാസ് പഠിച്ചാൽ മതിയല്ലോ. അതിനെന്തിനാ അത്രത്തോളം? എന്നിട്ട് അവിടുത്തെ ഹജ്ജ് ക്ലാസ് മാഷാ അല്ലാഹ്, ഇവര് വലിയ കാബ, എന്നിട്ട് കൂറ്റമ്പാറിന്റെ തവാഫും ഹജറുൽ അസ്വദ് മുത്തലും സംസം വള്ളും ഇതെല്ലാം കൊണ്ടാക്കി മിനായിലെ ഏറും മറ്റതൊക്കെ അവിടെ തന്നെ. ചില ആളുകൾ അവിടെ തിരി പറയാം ഇത് മഹദീനത്തെ കാബന്റെ അത്ര അല്ല. അതിന്റെ ഹജ്ജ് ക്ലാസ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. എത്ര മോശമായ രീതിയിലാണല്ലേ പരിഹസിക്കുന്നത്. വളർന്നു പന്തലിച്ചൊരു സ്ഥാപനമാണ്. അവിടെ എല്ലാ വർഷവും ഹജ്ജ് ക്യാമ്പ് നടത്താറുണ്ട്. ഈ വർഷവും നടന്നിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തു നിന്ന് ഒരുപാട് വിശ്വാസികൾ ഒഴുകിയെത്തി ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുക്കും. ഖലീൽ തങ്ങൾക്ക് പുറമെ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദി ക്ലാസ്സിന് നേതൃത്വം കൊടുക്കും. നല്ല രീതിയിൽ വിഷയാവതരണം നടത്തും. അങ്ങനെ ആ വിഷയാവതരണങ്ങളിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്താണ് ഹജ്ജെന്നും അവിടുത്തെ കർമ്മങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നുമുള്ള കൃത്യമായൊരു അവഗാഹം അവരുടെ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്നത് ഇത്തരം ദൃശ്യസഹായങ്ങളിലൂടെയുമാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞല്ലോ, കേവലം പറഞ്ഞു കൊടുത്താൽ പോരെ, എന്തിനാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന്. ഇത്തരം ആളുകളോടൊക്കെ നമ്മൾക്ക് പറയാനുള്ളത്, ഇവരൊക്കെ ഈ ആധുനിക ലോകത്തല്ലേ ജീവിക്കുന്നത്? ഇന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് തറക്കാൻ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ദൃശ്യ സഹായങ്ങളാണ് എന്ന് ഇന്നത്തെ കാലം തെളിയിക്കുകയാണ്. ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തിൽ പോലും കിതാബുകൾ തുറന്നു വെച്ച് കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചും ചൊല്ലിയും ഒച്ചയിടുന്നതിനെക്കാട്ടിയും സ്യൂട്ടബിളായിട്ട് മദ്രസ സംവിധാനമൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമായി മാറിയിരിക്കുകയാണ്. അവരിൽ കാണിച്ചുകൊണ്ട് വിഷയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പോലും എന്താണ്? കഅബാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ മഅദിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഅബയോളം ആവുന്നില്ല എന്ന് പറയുന്നവരെന്ന്. അങ്ങനെ ആരാണ് പറഞ്ഞത്? പച്ച കള്ളമാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആധുനിക പണ്ഡിതന് മുൻ മസ്ജിദുൽ ഹറാമിൽ ഇമാമുമായിരുന്ന ഡോക്ടർ സൗദൽ ഷുറൈം പോലും ഇത്തരം രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ജനങ്ങളിലേക്ക് വിഷയം എത്തിക്കണം, പഠിപ്പിക്കണം എന്ന പ്രോത്സാഹനം നൽകിയൊരു പണ്ഡിതനായിരുന്നു. അതുപോലെ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരൊക്കെയും ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് വിഷയങ്ങൾ എത്രത്തോളം ആഴത്തിൽ പഠിപ്പിക്കാൻ പറ്റുമോ പഠിപ്പിക്കണമെന്ന് അവകാശപ്പെട്ടവരാണ്. ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് നമ്മളോട് പറഞ്ഞു തരുന്നത്? അവസാനമായി അവരുടെ വാക്കുകളിലേക്ക്. ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദിൻ്റെ ക്ലാസ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഹജ്ജിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ സരസമായ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് വളരെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എല്ലാ ഹാജിമാർക്കും പിന്നെ കർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? അതാണ് മഅദിൻ അക്കാദമി ഹജ്ജ് ക്യാമ്പ് കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചത്.